അക്കൂസ് വ്ലോഗ് ആർപ്പുക്കരയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ചെമ്മീൻ്റെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞത് ഞാൻ ഇന്നാണ് ഇടുന്നത്. ചെമ്മീൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചു. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തേങ്ങാക്കൊത്ത് ഇത്രയും നന്നായി വഴറ്റിയെടുത്തതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുത്തതിനകത്തോട്ട് വെള്ളവും കൂടെ ഒഴിച്ച് ചേർത്തു. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ തിളച്ച അരപ്പിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 കഷ്ണം കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ചെമ്മീൻ ഒരുപാടില്ല, 1/2 കിലോ ചെമ്മീനേ ഉള്ളൂ. അത് വൃത്തിയാക്കി വന്നപ്പം കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പുളിയാണ് 2 ചെറിയ കഷ്ണം പുളി ഇട്ട് കൊടുക്കുന്നത്. കൂട്ടത്തിൽ നമ്മൾ 2 ചെറിയൊരു തക്കാളിയും കൂടെ ഒന്ന് തൊലിയെല്ലാം നീക്കി ഒന്ന് മിക്സിക്കകത്തിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കുന്നത് കറി നന്നായിട്ടൊന്ന് കുറുകി വരാൻ വേണ്ടിയാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല ചാറിനൊക്കെ നല്ലൊരു കുറുകിയിരിക്കും. നന്നായിട്ട് ചാറ് കുറുകിയിരിക്കും, നല്ല ടേസ്റ്റുമാണ്. അതുകൊണ്ടാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതേ നന്നായിട്ട് തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോഴത്തേനും നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ്. ഞാൻ ആ വീഡിയോക്കകത്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇന്ന് ഇട്ടത് കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മുടെ ചെമ്മീൻ ഫ്രൈയും റെഡിയാകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നോണ്ടും വരെ എല്ലാവർക്കും ബൈ.